പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് താൽക്കാലികമായി പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. AIFF നിലവിൽ ഈ വരുന്ന ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 23 വരെ ഡ്യൂറന്റ് കപ്പ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഏതൊക്കെ ISL ടീമുകൾ ഈ വരുന്ന ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം സംശയത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ഡ്യൂറന്റ് കപ്പിലായാലും ചുരുക്കം ചില ISL ക്ലബ്ബുകൾ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ISL ക്ലബ്ബുകൾ കഴിഞ്ഞ തവണ ഡ്യൂറന്റ് കപ്പിലൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കുമോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത്തവണയും നടക്കാനായിട്ട് പോകുന്ന ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തേക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുത്തേക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് പുറമെ മറ്റ് ചില ISL ക്ലബ്ബുകളും ഡ്യൂറന്റ് കപ്പിൽ നിന്നും പിന്മാറിയേക്കും. അടുത്തൊരു വാർത്ത, ഈ ഒരു വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 32-വിൽ അർജന്റീനയുടെ എതിരാളികളാണ് കേപ്പ് വെർദെ. ഗ്രൂപ്പ് സ്റ്റേജിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിരുന്നു അർജന്റീന. കേപ്പ് വെർദെ ആവട്ടെ സ്പെയിൻ, യുറുഗ്വേ, സൗദി പോലത്തെ ടീമുകൾക്കെതിരെ സമനിലയായി ഗ്രൂപ്പ് എച്ചിലെ റണ്ണറപ്പായിരുന്നു. കേപ്പ് വെർദെയുടെ ഗോൾ കീപ്പറായിട്ടുള്ള വൂസീനയെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മികച്ച ഫോമിലായിരുന്നു അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. കേപ്പ് വെർദെയുടെ പ്രസിഡന്റ് ആ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജന്റീനയെ 1-0 എന്ന സ്കോറിൽ പരാജയപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അർജന്റീന മികച്ചൊരു ടീമാണ് എന്നും മെസ്സി മികച്ചൊരു താരമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കേപ്പ് വെർദെയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് മെസ്സിയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരം. മെസ്സിക്കെതിരെയും അർജന്റീനയ്ക്കെതിരെയും കളിക്കുക എന്നുള്ളത് ഞങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ച് അഭിമാനമാണ്. എന്നാൽ പോലും അർജന്റീനയ്ക്കെതിരെ കേപ്പ് വെർദെ 1-0 എന്ന സ്കോറിൽ വിജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മികച്ച ഫോമിലുള്ള അർജന്റീനയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് കേപ്പ് വെർദെയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. എന്തായാലും ആ ഒരു ആവേശം നിറഞ്ഞ മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.